എടാ നിനക്ക് മറ്റേ കാക്ക കുളിച്ചാ കൊക്കാവൂലെന്ന് ഉള്ള പഴഞ്ചൊല്ലിന്റെ മീനിങ് എന്താണെന്നറിയോ? അത് കാക്ക കുളിച്ചാ കൊക്കാവൂലല്ലോ, കുളിച്ചാലല്ലേ കൊക്കാവുള്ളൂ. ഇത് അങ്ങനെ കോപ്പ്. എടാ കാക്ക കുളിച്ചാല് കൊക്കാവൂലെന്ന് എന്തിനാടാ ഉദാഹരണമായിട്ട് പറയണത്? കാക്കനോട് ചോദിക്കുന്നതല്ലേ നല്ല സത്യം എടാ പറഞ്ഞ. കാക്കയിലല്ലേടാ പറയണത്, നമ്മള് മനുഷ്യന്മാരല്ലേ പറയണത്. ആരെയല്ലേ നോക്കിയിട്ട് പറയും കാക്ക കുളിച്ചാ കൊക്കാവൂലട്ടാന്ന്. അതെന്തിനാ പറയണത്? അതിലെന്താ പറഞ്ഞ, എന്തിനാ പറയണത്? നീ ടെൻഷനിപ്പിക്കുന്ന. എന്റെ ഈശ്വര, ഇവനോടൊക്കെ ചോദിക്കാൻ പോണ എന്നെ പറയണം. എടാ നീ എല്ലാം വായിച്ചേ. എടാ ഈ കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്ന് എന്തിനാടാ ആളുകൾ ഇന്നത്തെ കാലത്ത് പഴഞ്ചൊല്ലായിട്ട് പറയണത്? കുളിച്ചാ കൊക്കാവൂലല്ലോ, അതുകൊണ്ടല്ലേ. എടാ അത് മനുഷ്യന്മാരുടെ അടുത്ത് എന്തിനാടാ പറയണത്? ശരിയാണല്ലോ, എന്തിനാ പറയണ. എടാ അത് നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചതാന്ന്. അതല്ലേ ഞാൻ പറഞ്ഞ, കുളിച്ചാ കൊക്കാവൂലല്ലോ. എടാ ഒന്നുമില്ല, എല്ലാം വായിച്ചാ. കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്ന് ഇന്നത്തെ കാലത്ത് ആളുകൾ എന്തിനാടാ മറ്റുള്ളവരുടെ അടുത്ത് പറയണത് എക്സാമ്പിൾ ആയിട്ട്? അത് പോരട്ട് അത് തന്നെ. എന്നുവെച്ചാ പറ നിന്നെ കൊണ്ട് പറ്റും, പറ. ഈ കാക്കില്ലേ, കാക്കമ്മ അത് കുളിക്കും. കുളിച്ചിട്ട് അപ്പൊ അത് കൊക്കാവൂലല്ലോ, കാക്കമ്മല്ലേ ആവുള്ളൂ. ഈശ്വരാ, എടാ നിനക്കൊന്നുമില്ല. എടാ കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്നൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അതെന്തിനാണ് ചില ആളുകൾ ചിലവരുടെ അടുത്ത് ഇങ്ങനെ പറയണത്? അത് പഴഞ്ചൊല്ലായുണ്ട്. എടാ പഴഞ്ചൊല്ല് എങ്ങനെയാടാ ആയത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പഴഞ്ചൊല്ലായത്? പോരട്ട് പറ്റും. അത് തന്നെ വരട്ട്. അതെന്താണ് പഴഞ്ചൊല്ല? എന്റെ ദൈവമേ, എന്റെ ഭാഗത്തും തെറ്റണ്ടാ. ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, നേരിട്ട് കാര്യത്തിലോട്ട് കടന്നാ മതിയായിരുന്നു. ഞാൻ എന്തിനാ ഇത് വളഞ്ഞ് നിന്റെ അടുത്ത് ചോദിക്കാൻ പോണത്? ബുദ്ധിയില്ലായ്മക്ക് മരുന്നില്ലടാ, കുഴപ്പമില്ല, പോട്ട്. എന്നാലും നീ പറ, എന്താ കാക്കുളിച്ചാ കൊക്കാവത്ത്? എടാ കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്ന ആളുകൾ പറയണത് കാക്ക കുളിച്ചു കഴിഞ്ഞാല് ഒരിക്കലും കൊക്കാവൂലല്ലോ എന്ന് ഇത്രയും നേരം ഞാൻ പറഞ്ഞ കള്ളപ്പന്നി, എടാ പക്ഷേ പഴഞ്ചൊല്ലിന്റെ മീനിങ് അതല്ലടാ. എടാ കാക്കക്ക് കൊക്കാകാൻ പറ്റും, അതിനൊരു വഴിയുണ്ട്. കാക്ക കൊക്കായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശരിക്കും ആ പഴഞ്ചൊല്ലിന്റെ മീനിങ് അതല്ല. അതിനൊരു കഥയുണ്ട്. ആ കഥ പറയാനായിട്ടാണ് ഞാൻ വന്നു തുടങ്ങിയത്.